റൊമേനിയൻ തലസ്ഥാനമായ ബുക്കാറസ്റ്റിൽ ഓൾഡ് സിറ്റി സെന്ററിൽ നിൽക്കുകയാണ് ഞാൻ. നേരം 4 മണി കഴിഞ്ഞിരിക്കുന്നു. റൊമേനിയൻ നാഷണൽ ബാങ്ക് മന്ദിരത്തിന്റെ പ്രൗഢിയും അതിന്റെ പരിസരത്തെ തെരുവിലുള്ള കലാകാരന്മാരുടെ പ്രകടനവുമെല്ലാം ആസ്വദിച്ചുകൊണ്ടാണ് നിൽപ്പ്. നിയോ ക്ലാസിക്കൽ ശൈലിയിലുള്ള മനോഹരമായ ഒരു മന്ദിരം. ഇന്ത്യയിൽ റിസർവ് ബാങ്കിനുള്ള സ്ഥാനമാണ് റൊമേനിയയിൽ നാഷണൽ ബാങ്കിന്. തനിയെ നടന്ന് ബുക്കാറസ്റ്റ് നഗരത്തെ ഒന്ന് പരിചയപ്പെടുകയാണ് എൻ്റെ ലക്ഷ്യം. കനത്ത കമ്പിളി ഉടുപ്പ് ധരിച്ച ധാരാളം സഞ്ചാരികൾ സായാഹ്നത്തിൽ ബുക്കാറസ്റ്റ് ഓൾഡ് ടൗണിന്റെ വഴികളിലൂടെയെല്ലാം നടക്കുന്നുണ്ട്. ഇവിടെ ഇതാ ഒരു കലാകാരൻ. വിചിത്രമായൊരു ഇലക്ട്രോണിക് സംഗീതമാണ് ഇദ്ദേഹം ഉപകരണത്തിൽ നിന്നും പുറപ്പെടുവിക്കുന്നത്. വിചിത്രമായ ഒരു ഉപകരണം. അതിന് പിന്നിൽ ധ്യാനനിരതനായെന്നോണം ഒരാൾ. തെരമീൻ എന്ന സംഗീതോപകരണമാണ് ഇദ്ദേഹം വായിക്കുന്നത്. ഉപകരണത്തിൽ സ്പർശിക്കാതെ സംഗീതമുതിർക്കാം എന്നതാണ് ഇതിന്റെ പ്രത്യേകത. 1928 റഷ്യക്കാരനായ ലിയോൺ തെരേമീനാണ് ഈ ഉപകരണം ആദ്യമായി നിർമ്മിച്ചത്. ബെനഡിക്ട് പോപ്പസ്കു എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര്. ലോകപ്രശസ്തനായ തെരേമിനിസ്റ്റാണ് ഇവിടെ ഈ തെരുവോരത്തിരുന്ന് സംഗീത പരിപാടി അവതരിപ്പിക്കുന്നതെന്നതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം. മുന്നിലിരിക്കുന്ന പെട്ടിയിൽ നോട്ടുകൾ വീണുകൊണ്ടിരിക്കുന്നു. യൂറോപ്പിലെങ്ങും നിരവധി പരിപാടികൾ അവതരിപ്പിച്ചിട്ടുള്ള തെരേമിനിസ്റ്റും മ്യൂസിക്കൽ സോ ആർട്ടിസ്റ്റുമാണ് ബെനഡിക്ട്. കലാകാരന്റെ സമീപത്തു നിന്നും ഞാൻ നടത്തം തുടരുകയാണ്. യൂറോപ്പിലെ തെരുവുകൾ ഇങ്ങനെയാണ്. ഓരോ നിമിഷവും അത് നമ്മെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കും. വലിയ സദസ്സുകളെ ആവേശത്തിൽ ആറാടിക്കുന്ന പ്രശസ്ത കലാകാരന്മാരായിരിക്കും പഴയ നഗരത്തിന്റെ ഏതെങ്കിലും ഒരു കോണിൽ തനിച്ചിരുന്ന് സംഗീതമുതിർക്കുന്നത്. ധനസമ്പാദനമല്ല, ആത്മപ്രകാശനമാവും ഇത്തരം സായന്തനങ്ങളിൽ അവർ ലക്ഷ്യമിടുക. ബുക്കാറസ്റ്റിന്റെ തെരുവുകളിലൂടെ ഈ നഗരത്തിന്റെ ചരിത്രം ഓർത്തുകൊണ്ടാണ് എന്റെ നടത്തം. 1500 വർഷം മുൻപ് സ്ലാവിക് ഗോത്രങ്ങളുടെ സെറ്റിൽമെന്റ് ആയിരുന്നു ഇന്നത്തെ ബുക്കാറസ്റ്റ്. ബൾഗേറിയൻ സാമ്രാജ്യവും ബൈസന്റൈൻ സാമ്രാജ്യവും പിന്നീട് ഇവിടം അധീനതയിലാക്കി. 13-ാം നൂറ്റാണ്ടിൽ മംഗോളിയർ യൂറോപ്പിനെ ആക്രമിച്ച് കുറേ ഭാഗങ്ങൾ കീഴടക്കിയപ്പോൾ ഇന്നത്തെ ബുക്കാറസ്റ്റും അവരുടെ അധീനതയിലായിരുന്നു. ചരിത്രത്തിൽ ബുക്കാറസ്റ്റിന്റെ നാമം ആദ്യം കാണുന്നത് വ്ലാഡ് മൂന്നാമൻ ഡ്രാക്കുള എന്ന ഭരണാധികാരിയുടെ പേരുമായി ബന്ധപ്പെടുത്തിയാണ്. ബ്രാം സ്റ്റോക്കറുടെ നോവലിലൂടെ ലോകത്തെ വിറപ്പിച്ച ഡ്രാക്കുള പ്രഭു എന്ന രക്തരക്ഷസിന്റെ യഥാർത്ഥ രൂപമായിരുന്നു വ്ലാഡ് മൂന്നാമൻ ഡ്രാക്കുള. ഇന്നത്തെ ബുക്കാറസ്റ്റ് ഉൾപ്പെട്ടിരുന്ന വലാക്കിയ എന്ന നാട്ടുരാജ്യത്തിലെ രാജാവായിരുന്നു 1456 മുതൽ 1462 വരെ ഡ്രാക്കുള മൂന്നാമൻ. അക്കാലത്ത് തന്റെ വേനൽക്കാല ആസ്ഥാനമായി അദ്ദേഹം തിരഞ്ഞെടുത്തത് ഈ ബുക്കാറസ്റ്റിനെയായിരുന്നു. തുടർന്ന് ഒട്ടോമൻ തുർക്കികൾ ബുക്കാറസ്റ്റ് ഉൾപ്പെട്ട പ്രദേശങ്ങളെയെല്ലാം അധീനതയിലാക്കി. ഇക്കാലത്താണ് ടർക്കിഷ് വംശജർ ഈ നഗരത്തിന്റെ ഭാഗമാവുന്നത്. ഒട്ടോമൻ സാമ്രാജ്യം ഗ്രീക്കുകാരായ ഭരണാധികാരികളെയാണ് ബുക്കാറസ്റ്റിന്റെ ഭരണ ചുമതല ഏൽപ്പിച്ചത്. 1821 ഗ്രീക്കുകാരുടെ ഭരണത്തിനെതിരെ ബുക്കാറസ്റ്റിൽ കലാപമുണ്ടായി. ഈ നഗരം കണ്ട ആദ്യ ജനകീയ വിപ്ലവമായിരുന്നു അത്. പിന്നീട് രക്തരൂഷിതമായ നിരവധി വിപ്ലവങ്ങൾക്ക് ബുക്കാറസ്റ്റ് സാക്ഷ്യം വഹിച്ചു. ബുക്കാറസ്റ്റ് ഓൾഡ് സിറ്റിയുടെ ഉൾത്തെരുവുകളെല്ലാം പരമാവധി കാണുകയാണ് എൻ്റെ ലക്ഷ്യം. പല പല തെരുവുകൾ. അതിലൂടെയെല്ലാം കിലോമീറ്ററുകളോളം നടന്നു കഴിഞ്ഞു ഇപ്പോൾ. ചരിത്രം സ്പന്ദിക്കുന്ന വീഥികളാണിതെല്ലാം. ജനകീയ പ്രക്ഷോഭങ്ങളും സൈനിക നീക്കങ്ങളും കമ്മ്യൂണിസ്റ്റ് ഏകാധിപത്യ ഭരണകാലത്തെ ക്രൂരതകളുമെല്ലാം കണ്ട തെരുവുകൾ. ഇന്നാകട്ടെ ഇവിടം ശാന്തമാണ്. ബാറുകളും നൈറ്റ് ക്ലബ്ബുകളും റെസ്റ്റോറൻറ്റുകളും മസാജ് പാർലറുകളും ബിയർ ഗാർഡനുകളുമെല്ലാമായി ഒരു നഗരഭാഗം. ഓൾഡ് ടൗണിന്റെ പ്രധാന ഭാഗങ്ങളിലൊന്നും വാഹന ഗതാഗതം അനുവദിക്കുന്നില്ല. കല്ലുപാകിയ തെരുവിലൂടെ നടക്കുമ്പോൾ മുന്നിൽ വാഹനങ്ങൾ നീങ്ങുന്ന ഒരു പാത കാണാം. വിക്ടറി സ്ട്രീറ്റാണത്. അതിലേക്കെത്തുമ്പോൾ ഇവിടെ മനോഹരമായ ഒരു മന്ദിരം കാണാം. CEC പാലസ് എന്ന് ഇതറിയപ്പെടുന്നു. CEC എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന റൊമേനിയൻ നാഷണൽ സേവിങ്സ് ബാങ്കിന്റെ ആസ്ഥാന മന്ദിരമാണിത്.
1897 മുതലുള്ള 3 വർഷം കൊണ്ട് നിർമ്മാണം പൂർത്തിയായ മന്ദിരം പോൾ ഗെറ്ററിയു, ഇയോൻ സോക്കോളസ്ക്യു എന്നീ വാസ്തുശില്പികൾ ചേർന്ന് രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ചതാണിത്. 1 നൂറ്റാണ്ട് മുൻപ് CEZ ബാങ്ക് സ്വന്തം ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ആസ്ഥാന മന്ദിരം ആധുനിക കാലത്തെ ബാങ്കിന്റെ പ്രവർത്തനങ്ങൾക്ക് തികയുന്നില്ലെന്ന് വന്നതോടെ ബുക്കാറസ്റ്റ് നഗരസഭയ്ക്ക് വിറ്റിരിക്കുകയാണ്. CEZ ബാങ്കിന്റെ നേരെ എതിർവശത്താണ് ഇവിടുത്തെ നാഷണൽ ഹിസ്റ്ററി മ്യൂസിയം. ബുക്കാറസ്റ്റിലെ ഏറ്റവും പ്രൗഢമായ മന്ദിരങ്ങളിലൊന്നാണിത്. മ്യൂസിയത്തിന്റെ പൂമുഖം ഇന്ന് വിവാഹ ഫോട്ടോ എടുക്കുന്നവർ കൈയടക്കിയിരിക്കുന്നു. വധൂവരന്മാർക്കും സുഹൃത്തുക്കൾക്കും ആഹ്ലാദത്തിന്റെ നിമിഷങ്ങൾ. പ്രീ ഹിസ്റ്റോറിക് കാലം മുതൽ ആധുനിക കാലം വരെയുള്ള റൊമേനിയയുടെ ചരിത്രശേഷിപ്പുകൾ ഉൾക്കൊള്ളുന്ന മന്ദിരം. 1892 ബുക്കാറസ്റ്റിലെ പ്രധാന പോസ്റ്റ് ഓഫീസിനു വേണ്ടി നിർമ്മിച്ചതാണ് ഇത്. പോസ്റ്റൽ സർവീസ് പാലസ് എന്നാണ് മന്ദിരം അറിയപ്പെടുന്നതും. 20-ാം നൂറ്റാണ്ടിന്റെ രണ്ടാം പകുതിയിലാണ് ഇതിനെ റൊമേനിയയുടെ നാഷണൽ ഹിസ്റ്ററി മ്യൂസിയമാക്കി മാറ്റിയെടുത്തത്. 2012 ആരംഭിച്ച വിപുലമായ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പോഴും തുടരുന്നതിനാൽ മ്യൂസിയത്തിന്റെ ചെറിയൊരു ഭാഗത്തേക്ക് മാത്രമേ സന്ദർശകർക്ക് പ്രവേശനമുള്ളൂ. മ്യൂസിയത്തിന് മുന്നിൽ ഒരു ശില്പമുണ്ട്, സ്റ്റാച്യു ഓഫ് ട്രാജൻ ആൻഡ് ഷാവോൾഫ്. അതിനോട് ചേർന്ന് നിന്ന് ഫോട്ടോ എടുക്കുന്നു കുറെ പേർ. വാസ്ലെ ഗോർഡസ് എന്ന ശില്പി നിർമ്മിച്ച ആ വെങ്കല ശില്പം ഏറെ പ്രസിദ്ധമാണ്. ഒരേ തരത്തിലുള്ള ഇത്തരം 3 ശില്പങ്ങൾ വാസ്ലെ ഗോർഡസ് നിർമ്മിച്ചിരുന്നു. അതിലൊന്ന് സ്പെയിനിലെ സെവില്ലയിലും മറ്റൊന്ന് റോമിലുമാണ് സ്ഥാപിച്ചിരിക്കുന്നത്. 500 കിലോ ഭാരമുള്ളതാണ് ഈ ട്രാജൻ ശില്പം. 2012 ഏപ്രിലിലാണ് ഇതിവിടെ സ്ഥാപിച്ചത്. റോമൻ ചക്രവർത്തിയായ ട്രാജന്റെ അധീനതയിലായിരുന്നു AD 1-ാം നൂറ്റാണ്ടിനും 2-ാം നൂറ്റാണ്ടിനും ഇടയിലെ 18 വർഷക്കാലം റൊമേനിയയുടെ കുറേ ഭാഗങ്ങൾ. ഇന്നത്തെ റൊമേനിയയുടെ സ്ഥാപക പിതാക്കന്മാരിൽ ഒരാളായി കണക്കാക്കപ്പെടുന്നയാളാണ് ട്രാജൻ. ഇലക്ട്രിക് ശൈലിയിലാണ് നാഷണൽ ഹിസ്റ്ററി മ്യൂസിയം ബിൽഡിംഗിന്റെ നിർമ്മാണം. മ്യൂസിയത്തിന് മുന്നിലൂടെ ഞാൻ നടത്തം തുടരുകയാണ്. വന്ന വഴിയെ മടങ്ങുമ്പോൾ വിവാഹ ഫോട്ടോ എടുപ്പുകാരെ വീണ്ടും കാണുന്നു. ഒരു ഓർത്തഡോക്സ് ചർച്ചിന് മുന്നിലേക്കാണ് മ്യൂസിയത്തിനടുത്തു നിന്നും നടന്നെത്തിയിരിക്കുന്നത്. ബിസേരിക്ക സ്ലാത്താരി എന്ന ദേവാലയം. റൊമേനിയൻ ഓർത്തഡോക്സ് സഭയുടെ ഇത്തരത്തിലുള്ള നിരവധി പുരാതന ദേവാലയങ്ങളുണ്ട് ബുക്കാറസ്റ്റിൽ. കമ്മ്യൂണിസ്റ്റ് ഭരണകാലം അവസാനിച്ചതോടെ ഇവയെല്ലാം പുത്തനൊരു ഉണർവിലാണ്. ഞാൻ പള്ളിയുടെ അകത്തേക്ക് കയറി ചെന്നു. തെരുവിലെ മറ്റൊരു സ്ഥാപനത്തിലും അനുവാദമില്ലാതെ ഇങ്ങനെ സ്വതന്ത്രമായി കയറി ചെല്ലാനാവില്ലല്ലോ. പൗരാണികതയുടെ നിറവും ഭാവവുമുള്ള ദേവാലയത്തിന്റെ ഉൾത്തടം ചൂടാക്കി നിർത്തിയിരിക്കുന്നു. തെരുവിലെ കൊടും ശൈത്യത്തിൽ നിന്നും ഇവിടേക്ക് കയറിയെത്തിയപ്പോഴുള്ള ആശ്വാസം വിവരണാതീതം. കിഴക്കൻ യൂറോപ്പിലെ ഓർത്തഡോക്സ് പള്ളികളുടെ ഉൾത്തളങ്ങൾ എനിക്കെപ്പോഴും കൗതുകമാണ്. ഒരു പുരാതന മൊണാസ്ട്രിയുടെ അകത്തളം പോലെ ഇരുളും വെളിച്ചവും ചേർന്ന് ആത്മീയഭാവം സമ്മാനിക്കുന്ന പള്ളി. അൾത്താരയിൽ ഒരു വൈദികൻ എന്തെല്ലാമോ ഒരുക്കങ്ങൾ നടത്തുന്നു. പ്രതിമകൾ ഉണ്ടാവില്ല എന്നതാണ് ഇത്തരം ഓർത്തഡോക്സ് പള്ളികളുടെ സവിശേഷത. ഐക്കണോസ്റ്റാസിസ് സങ്കേതത്തിലുള്ള ചിത്രങ്ങളും മ്യൂറലുകളുമാണ് അകത്തളത്തെ അലങ്കരിക്കുന്നത്. 16-ാം നൂറ്റാണ്ടിൽ തന്നെ ഇവിടെ ഒരു പള്ളി ഉണ്ടായിരുന്നെന്നാണ് ചരിത്രം. അന്നതൊരു മരക്കെട്ടിടമായിരുന്നു. 1705 അതൊന്ന് പുതുക്കിപ്പണിതു. 19-ാം നൂറ്റാണ്ടിന്റെ ആദ്യ ദശകങ്ങളിലുണ്ടായ 2 ഭൂകമ്പങ്ങളിൽ പള്ളി തകരുകയും വീണ്ടും നിർമ്മിക്കുകയുമുണ്ടായി. 1908 ജീൻ പോംപിലിയൻ, സെർക്കേസ് എന്നീ വാസ്തുശില്പികളാണ് ഇന്ന് കാണുന്ന വിധം ഈ ദേവാലയം നിർമ്മിക്കുന്നത്. ബിസേരിക്ക സ്ലത്താരിയിൽ നിന്നും പുറത്തേക്കിറങ്ങി വിക്ടറി സ്ട്രീറ്റാണിത്. പട്ടണത്തിലെ പ്രധാന ചത്തുരമായ വിക്ടറി സ്ക്വയർ വരെ നീണ്ടുകിടക്കുന്ന സ്ട്രീറ്റ്. ഈ തെരുവിന്റെ ഇരുവശങ്ങളിലുമായി ധാരാളം ചരിത്ര മന്ദിരങ്ങളുണ്ട്. അതെല്ലാം അടുത്ത ദിവസങ്ങളിൽ നടന്നു കാണണം. നാളെ മുതൽ റൊമേനിയയുടെ വടക്കൻ ഭാഗങ്ങളിലേക്ക് ദീർഘമായ യാത്രകൾ നടത്താനാണ് എൻ്റെ തീരുമാനം. അവിടെ നിന്നും തിരിച്ചെത്തിയിട്ട് വീണ്ടും ഈ നഗരത്തെ ചിത്രീകരിക്കണം. ബുക്കാറസ്റ്റിനെ ഒന്ന് അടുത്തറിയുക എന്നത് മാത്രമാണ് ഇന്ന് എൻ്റെ ഈ നടത്തത്തിൻ്റെ ഉദ്ദേശം.
നഗരത്തിന്റെ കിടപ്പ് എങ്ങനെയാണ്, ഏതെല്ലാം ഭാഗത്ത് എന്തെല്ലാം കാഴ്ചകളുണ്ട് എന്നെല്ലാം പൊതുവായൊന്ന് മനസ്സിലാക്കണം. വിയറ്റ്നാം, ഫ്രാൻസ്, ബെൽജിയം, നെതർലാൻഡ്സ്, മെക്സിക്കോ, ഗ്രീസ്. സഞ്ചാരം വോളിയം നമ്പർ 18. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9955444222. ഇവിടെ വലിയൊരു കെട്ടിടത്തിനുള്ളിലേക്ക് ഒരു വഴിയുണ്ട്. പസാജ് വിലാക്രോസെ എന്ന് ഇതറിയപ്പെടുന്നു. ഇങ്ങനെ കാണുമ്പോൾ കെട്ടിടത്തിന്റെ ഇടനാഴിയാണെന്ന് തോന്നും. അതുവഴി മുന്നോട്ട് നടന്നു. കുറെ കച്ചവട സ്ഥാപനങ്ങളുടെ ബോർഡുകൾ കാണുന്നുണ്ട്. കയറി വന്നത് ഒരു കെട്ടിടത്തിന്റെ ഇടനാഴിയിലേക്കല്ലെന്നും ഒരു തെരുവിലേക്ക് തന്നെയാണെന്നും ഇപ്പോഴാണ് വ്യക്തമാകുന്നത്. ഇരുഭാഗത്തും ഇരുനില കെട്ടിടങ്ങളുള്ള ഇടുങ്ങിയ തെരുവ്. തെരുവിനു മുകളിൽ ചില്ലുമേൽക്കൂര. പസാജുൽ മക്ക വിലാക്രോസെ എന്നാണ് ഈ തെരുവിന്റെ മുഴുവൻ പേര്. വിലാക്രോസെ എന്ന തെരുവ് ഇവിടെ നിന്നും മക്ക എന്ന മറ്റൊരു തെരുവ് മറ്റൊരു ഭാഗത്തു നിന്നും എത്തി ഒരിടത്ത് സംഗമിക്കുന്നു. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ യു ആകൃതിയിലാണ് തെരുവിന്റെ കിടപ്പ്. യുവാക്കളുടെ ഒരു ഹാങ് ഔട്ട് കേന്ദ്രമാണിവിടം. നിരനിരയായി റെസ്റ്റോറന്റുകളും ബിയർ ഗാർഡനുകളും. രസകരമായ ഒരു ചരിത്രമാണ് പസാജുൽ മക്ക വിലാക്രോസയ്ക്കുള്ളത്. 19-ാം നൂറ്റാണ്ടിന്റെ ആദ്യ ദശകങ്ങളിൽ കാമ്പിനിയാനു എന്നു പേരുള്ള വലിയൊരു സത്രമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. വിദൂരദിക്കിൽ നിന്നും ബുക്കാറസ്റ്റിലെത്തുന്ന വണിക്കുകൾക്ക് സത്രം വാടകയ്ക്ക് നൽകി സത്രമുടമ വലിയ സമ്പന്നനായി. അക്കാലത്ത് ബുക്കാറസ്റ്റിലെ അറിയപ്പെടുന്ന വാസ്തുശില്പിയായിരുന്നു സേവിയർ വിലാക്രോസെ. അദ്ദേഹവും സത്രമുടമയുടെ മകളും തമ്മിൽ പ്രണയത്തിലാവുകയും പ്രണയം വിവാഹത്തിൽ കലാശിക്കുകയും ചെയ്തു. സത്രമുടമ വിവാഹ സമ്മാനമായി സേവിയർ വിലാക്രോസയ്ക്ക് നൽകിയത് ആ സത്രം തന്നെയായിരുന്നു. ഭാവനാസമ്പന്നനായ വാസ്തുശില്പിയായിരുന്ന വിലാക്രോസെ സത്രം പൊളിച്ചുകളഞ്ഞ് പല പാസേജുകളോട് കൂടിയ ഈ മന്ദിരസമുച്ചയം നിർമ്മിക്കുകയായിരുന്നു. 19-ാം നൂറ്റാണ്ടിന്റെ അവസാന കാലത്ത് ബുക്കാറസ്റ്റിലെ തന്നെ ഏറ്റവും മനോഹരമായ നിർമ്മിതികളിലൊന്നായിരുന്നു ഇത്. അക്കാലത്ത് ബുക്കാറസ്റ്റിലെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഉൾപ്പെടെയുള്ള പ്രമുഖ സ്ഥാപനങ്ങൾ പ്രവർത്തിച്ചിരുന്നതും ഈ കെട്ടിടത്തിൽ തന്നെ. നടവഴി അവസാനിക്കുന്നത് വൃത്താകാരത്തിലുള്ള ഒരു നടുമുറ്റത്താണ്. ഇതിൽ നിന്നും ഒരു വാതിൽ കടന്നാൽ പ്രധാന തെരുവിലേക്കിറങ്ങാം. അതല്ലെങ്കിൽ വലതുവശത്തേക്ക് വളഞ്ഞു പോകുന്ന മറ്റൊരു തെരുവിലൂടെ നടത്തം തുടരാം. ഞാൻ അതുവഴി മുന്നോട്ട് നടക്കാൻ തീരുമാനിച്ചു. ബുക്കാറസ്റ്റിന്റെ ഓൾഡ് സിറ്റിയിൽ ഇത്തരത്തിലുള്ള പഴയ മന്ദിരങ്ങൾ ധാരാളമുണ്ട്. രാത്രിയാവണം ഇവിടെയെല്ലാം ജനം വന്നു നിറയാൻ. കമ്മ്യൂണിസ്റ്റ് ഭരണകാലത്ത് ഇവിടമെല്ലാം ഒട്ടൊരു നിർജീവാവസ്ഥയിലായിരുന്നു. കമ്മ്യൂണിസ്റ്റ് ഭരണം തകർന്നതിന് ശേഷമാണ് ഇവിടെ ടൂറിസം ഒരു വരുമാന മാർഗമാവുന്നത്. ചില വിചിത്ര പേരുകളുള്ള ബാറുകളും റെസ്റ്റോറന്റുകളുമുണ്ട് ഇവിടെ. ബീറോ ക്ലോക്ക് എന്നാണ് ഒരു കടയുടെ പേര്. പ്രൊഹിബിഷൻ ക്ലബ് എന്നാണ് ഒരു ബാറിന് പേരിട്ടിരിക്കുന്നത്. മദ്യനിരോധനം നടപ്പിലാക്കിയ മദ്യശാല. യൂറോപ്പിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ ഓരോ നഗരവും എന്തെല്ലാം പുതിയ ആശയങ്ങളും നേരം പോക്കുകളുമെല്ലാമാണ് എനിക്ക് പകർന്നു തരുന്നത്. മറ്റൊരു തെരുവിലേക്ക് ഇറങ്ങിയെത്തുമ്പോൾ ഇവിടെ നല്ല തിരക്കുണ്ട്. യുവാക്കളുടെ സംഘങ്ങൾ. ഇവരിൽ മിക്കവരും യൂറോപ്പിലെ മറ്റു രാജ്യങ്ങളിൽ നിന്നും റൊമേനിയയോട് തൊട്ടുകിടക്കുന്ന രാജ്യങ്ങളിൽ നിന്നുമൊക്കെ വീക്കെൻഡ് ആഘോഷമാക്കാനെത്തുന്നവരാണ്. തെരുവിന്റെ കോണിൽ ഇതാ മറ്റൊരു സംഗീതജ്ഞൻ. ടർക്കിഷ് മുഖഭാവമുള്ള ഒരു യുവാവ്. പേർഷ്യൻ പാരമ്പര്യത്തിൽ നിന്നെത്തിയ മാൻഡുലിനും മീട്ടിക്കൊണ്ടാണ് ഇരിപ്പ്. സംഗീതം ആസ്വദിച്ചുകൊണ്ട് ഞാൻ അല്പനേരം നിന്നു. ടർക്കിഷ് ടാറ്റാർ വംശങ്ങളിൽപ്പെട്ട ധാരാളം ആളുകൾ ബുക്കാറസ്റ്റിൽ വസിക്കുന്നുണ്ട്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് ബോസ്ഫറസ് കടലിടുക്കിന്റെ തീരത്തു നിന്നും ഇവിടേക്കെത്തിയ കുടുംബത്തിന്റെ താവഴിയിലുള്ളയാൾ തന്നെയാവാം ഇത്. രസകരമായ സംഗീതം. അത് റൊമേനിയയുടെ ചരിത്രത്തിലെ ഒട്ടോമൻ കാലഘട്ടത്തിലേക്ക് എന്നെ കൊണ്ടുപോവുകയാണ്.
5 നൂറ്റാണ്ടുകാലം ഒട്ടോമൻ തുർക്കികളുടെ അധീനതയിലായിരുന്ന കരിങ്കടൽ തീരത്തെ ദോബ്രുജയിൽ നിന്നുമാണ് ടർക്കിഷ് ജനവിഭാഗങ്ങൾ റൊമേനിയയുടെ മറ്റു ഭാഗങ്ങളിലേക്ക് പടരുന്നത്. ഇപ്പോൾ ഈ രാജ്യത്ത് റൊമേനിയൻ തുർക്കികൾ എന്നൊരു ജനവിഭാഗം തന്നെയുണ്ട്. 30,000-ഓളം ടർക്കിഷ് വംശജരുണ്ട് ഇപ്പോൾ ഈ രാജ്യത്ത്. ചുറ്റും കാണികളൊന്നുമില്ലെങ്കിലും കലാകാരൻ വാദനം തുടരുകയാണ്. പെട്ടിയിൽ വീഴുന്ന പണത്തെക്കുറിച്ച് ഇവരൊന്നും ചിന്തിക്കുന്നില്ലെന്നും പറയാം. സംഗീതം ഇവർ സ്വയം ആസ്വദിക്കുകയാണ്. വീണ്ടും ബുക്കാറസ്റ്റിന്റെ തെരുവിലൂടെ കുറച്ചുനേരം കൂടി ചുറ്റി നടക്കാൻ ഞാൻ തീരുമാനിച്ചു. ഓൾഡ് ടൗണിന്റെ കല്ലുപാകിയ വഴികളിലെവിടെയും വാഹനങ്ങൾക്ക് പ്രവേശനമില്ല. പാതയുടെ നടുവിലൂടെ സൗകര്യപൂർവ്വം നടക്കാം. ഇവിടെ ഇതാ നേരത്തെ കണ്ടതുപോലെ ഒരു കെട്ടിടത്തിനകത്തേക്ക് നീണ്ടുകിടക്കുന്ന ഒരു തെരുവ്. കമാന കവാടം കടന്ന് അകത്തു കയറുമ്പോൾ കല്ലുപാകിയ വഴിയുടെ ഇരുഭാഗത്തും ബിയർ പാർലറുകളുടെയും ബാറുകളുടെയും നീണ്ട നിരകൾ കാണാം. പഴയ പാണ്ഡികശാലകൾ പോലുള്ള കെട്ടിടങ്ങൾ. നൂറ്റാണ്ടുകൾക്ക് മുൻപെന്നോ കല്ലുവിരിച്ച വഴി. 19-ാം നൂറ്റാണ്ടിൽ ബുക്കാറസ്റ്റിൽ ഏറ്റവും സജീവമായിരുന്ന ഒരു സത്രമായിരുന്നു ഇത്. ലിൻഡൻ ട്രീ ഇൻ എന്നാണ് അന്നിവിടം അറിയപ്പെട്ടിരുന്നത്. 1833-ലായിരുന്നു ഈ കെട്ടിടത്തിന്റെ നിർമ്മാണം. അക്കാലത്ത് ബുക്കാറസ്റ്റിലെ ഏറ്റവും തിരക്കുള്ള കച്ചവടത്തെരുവായിരുന്ന ലിപ്സ്കാനിയുടെ സമീപമായതിനാൽ ധാരാളം വണിക്കുകൾ ഇവിടെയുണ്ടായിരുന്ന സത്രത്തിൽ താമസത്തിനെത്തിയിരുന്നു. വ്യാപാരികൾക്കായി ഒരു ബാങ്കും അക്കാലത്ത് ഇവിടെ പ്രവർത്തിച്ചിരുന്നു. വീണ്ടും പ്രധാന തെരുവിലേക്കെത്തുമ്പോൾ നേരമിരുട്ടുന്നതും കെട്ടിടങ്ങളിൽ കൂടുതൽ വിളക്കുകൾ തെളിയുന്നതും കാണുന്നു. കെട്ടിടങ്ങൾക്കിടയിലൂടെ അങ്ങകലെ ഒരു പള്ളിയുടെ താഴികക്കുടം കാണാം. സെന്റ് നിക്കോളാസ് ചർച്ചാണ് അത്. ഇതിനോടകം ഇവിടുത്തെ പല പള്ളികൾ കണ്ടതിനാൽ ഇനി സെന്റ് നിക്കോളാസ് ചർച്ചിലേക്ക് കൂടി പോകാൻ താൽപ്പര്യമില്ല. ക്ലാസിക് ചാരുതയുള്ള മന്ദിരങ്ങൾക്ക് വൈദ്യുതി വിളക്കുകൾ ഒരു മായിക ഭാവം നൽകുന്നു. റൊമേനിയൻ നാഷണൽ ബാങ്ക് മന്ദിരത്തിന് സായന്തന പ്രകാശത്തിൽ ഒരു പ്രത്യേക ഭാവം കൈവന്നിരിക്കുന്നു. പിന്നിലേക്ക് ഏറെ നീളത്തിൽ കിടക്കുകയാണത്. അതിന്റെ അരികെ പറ്റി ഞാൻ നടത്തം തുടരുകയാണ്. കൊടും തണുപ്പ്. നേരം 5:30 ആയിരിക്കുന്നു. സാധാരണയായി സഞ്ചാരം ചിത്രീകരണത്തിൽ 5 മണി എന്നത് വൈകിയ സമയമല്ല. 10 മണി വരെയെങ്കിലും ചിത്രീകരണം തുടരുന്നതാണ് എൻ്റെ പതിവ്. ഇക്കാണുന്നതാണ് നാഷണൽ ബാങ്കിന്റെ പിൻഭാഗം. നാഷണൽ ബാങ്കിന്റെ പിറകുവശത്ത് നേരെ എതിരെ വലിയൊരു കെട്ടിടമുണ്ട്. വലിയൊരു ഹാളാണത്. വാതിക്കൽ ആന്റിക് ആൻഡ് ഹാൻഡ്മെയ്ഡ് എന്നൊരു ബോർഡ്. ശനി ഞായർ ദിവസങ്ങളിൽ ഹാൾ ഇത്തരമൊരു വിൽപ്പന കേന്ദ്രമായി മാറുന്നു. ഉൾനാടുകളിലും പട്ടണപ്രാന്തങ്ങളിലുമെല്ലാമുള്ള ആളുകൾ വീടുകളിൽ നിർമ്മിക്കുന്ന കരകൗശല വസ്തുക്കളുമായി ഇവിടേക്കെത്തും. ഇതെല്ലാം കൈകൊണ്ട് നെയ്തെടുക്കുന്നതാണ്. എക്സിബിഷൻ കം സെയിൽ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. ഹാളിലൂടെ കുറച്ചുനേരം ചുറ്റി നടന്നതേയുള്ളൂ. അപ്പോഴേക്കും ഒരു സ്ത്രീ വന്ന് ഇത് ഷൂട്ട് ചെയ്യരുതെന്ന് എന്നെ വിലക്കി. അതിനാൽ ഞാൻ പുറത്തേക്കിറങ്ങി. കുറച്ച് നല്ല പെയിന്റിങ്സ് എല്ലാം അവിടെ ഉണ്ടായിരുന്നു. അതൊന്നും പകർത്തിയെടുക്കാൻ കഴിഞ്ഞില്ല. ഒരു ടാക്സിയിൽ ഹോട്ടലിലേക്ക് മടങ്ങുകയാണിപ്പോൾ. നഗരത്തിൽ ഇരുൾ പടർന്നു കഴിഞ്ഞു. ഇന്നലെ തുടങ്ങിയ യാത്രയാണ് എൻ്റേത്. നല്ല ക്ഷീണമുണ്ട്. ഹോട്ടലിൽ ചെന്ന് സുഖമായൊന്നുറങ്ങണം. നോർത്ത് റെയിൽവേ സ്റ്റേഷൻ അടുത്തുവരെ ടാക്സിയിൽ പോകണം. അവിടെയാണ് താമസിക്കുന്ന ഹോട്ടൽ. പാതയിലെ പാളത്തിലൂടെ സാവധാനം നീങ്ങുന്ന ഒരു ട്രാം. തെരുവിലെല്ലാം ആളൊഴിഞ്ഞു കഴിഞ്ഞു. ബാറുകളിലും റെസ്റ്റോറൻറ്റുകളിലും മാത്രമാവും ഇപ്പോൾ തിരക്കുണ്ടാവുക. ഇക്കണോമി ടാക്സിയല്ല പിടിച്ചിരിക്കുന്നത്. വഴിയരികിൽ നിന്ന് ഇക്കണോമി ടാക്സി കൈകാട്ടി നിർത്തി കയറാനുമാവില്ല. ഇടതുവശത്ത് കാണുന്ന നീളൻ കെട്ടിടമാണ് നോർത്ത് റെയിൽവേ സ്റ്റേഷൻ. അതിന്റെ സമീപം കാർ നിന്നു. ഡ്രൈവർ വലിയ തുക ഈടാക്കുമെന്നാണ് കരുതിയത്. പക്ഷേ 6 ലിയു മാത്രമേ നൽകേണ്ടി വന്നുള്ളൂ. ട്രാമുകൾ തലങ്ങും വിലങ്ങും നീങ്ങുന്നുണ്ട്. ഞാൻ ഇന്നത്തെ സഞ്ചാരം അവസാനിപ്പിക്കുകയാണ്. നേരെ മുന്നിൽ അക്കാണുന്നതാണ് ആൻഡി ഹോട്ടൽ. നാളെ പുലർച്ചെ എനിക്ക് ബ്രാസോ എന്ന ചരിത്ര നഗരത്തിലേക്ക് പുറപ്പെടണം.
വടക്കൻ റൊമേനിയയിലാണത്. ദീർഘമായ യാത്രാക്ഷീണവും കഴിഞ്ഞ രാത്രിയിൽ ഉറക്കമില്ലാത്തതിൻ്റെ ക്ഷീണവും ഹോട്ടൽ മുറിയിൽ ഇറക്കി വെക്കണം. നാളെ രാവിലെ ഉന്മേഷത്തോടെ വേണം ബ്രാസോയിലേക്ക് പോകാൻ. റൂം ഹീറ്റർ ഓൺ ചെയ്തിട്ടാണ് നേരത്തെ പുറത്തിറങ്ങിയത്. അതിനാൽ മുറിയിൽ നല്ല ചൂടുണ്ട്. ആ ചൂടിൻ്റെ സുഖത്തിൽ റൊമേനിയയിലെ എൻ്റെ 1-ാം ദിനം അവസാനിക്കുന്നു.